ഗൈസ്, സോ ഞാൻ ഇന്ന് എന്ത് വെറൈറ്റി കൊണ്ടുവരുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് കിട്ടി ഒരു നേഴ്സിംഗ്, അതിൻ്റെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റി എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തത് അതെങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാമെന്ന് വെച്ച്. എൻ്റെ ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ നേഴ്സിംഗ് എടുത്തപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ, ഞാൻ ഒരു പ്ലാൻ വെച്ചിട്ടാണ് പോയത്. അതായത് ഞാൻ പുറത്ത് പോയാണ് പഠിച്ചത്. പുറത്തെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് നെല്ലൂർ, ആന്ധ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി പഠിച്ചത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, നമ്മളിങ്ങനെ +2 വരെ വീട്ടിൽ നിന്ന് പഠിച്ചു, അപ്പോൾ പുറത്ത് വേറെ എക്സ്പ്ലോർ ചെയ്യാം, എന്നും ഔട്ടിങ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയ കോളേജിൽ ആഴ്ചയിൽ ഒന്നേ ഫോൺ തരും. വേറെ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലേ ഔട്ടിംഗ് ഉള്ളൂ. അതും പോയി ഇന്ന സമയത്തിനുള്ളിൽ തിരിച്ച് കയറണം, ഇല്ലെങ്കിൽ ഫൈൻ ആവും. രണ്ടാമത്തത്, കണക്കില്ല എന്ന് പറഞ്ഞാണ് നഴ്സിംഗ് എടുത്തത്. കാരണം മാത്തമാറ്റിക്സ് നമുക്കൊരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കണക്കോട് കണക്ക്, ഡ്രഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ കണക്ക്, ഡ്രഗ് കൊടുക്കണമെങ്കിൽ കണക്ക്, അതിന് കണക്ക്, ഇതിന് കണക്ക്, മരുന്ന് മുറിക്കണമെങ്കിൽ അതിന് കണക്ക്, ലോഡ് ചെയ്യണമെങ്കിൽ അതിന് കണക്ക്, ഫുൾ കണക്ക്. അടുത്ത ജോലിക്ക് കയറിയപ്പോൾ എന്താ, നമുക്ക് ശമ്പളം വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കുറേ സേവ് ചെയ്യാം എന്നായിരുന്നു ആദ്യത്തെ എൻ്റെ എക്സ്പെക്ടേഷൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും നടന്നില്ല. ബിക്കോസ് ആദ്യം ഞാൻ വർക്ക് ചെയ്ത ശമ്പളം എന്ന് പറയുന്നത് 11 രൂപയാണ്. ആ 11 രൂപയ്ക്കുള്ളിൽ ഞാൻ എൻ്റെ മെസ് ഫീസ്, ഹോസ്റ്റൽ ഫീസ്, പിന്നെ അല്ലറ ചില്ലറ ചിലവുകൾ, അങ്ങനെ എല്ലാം ചെയ്യണം. അടുത്ത എക്സ്പെക്ടേഷൻ, അതാണ് ഏറ്റവും വലിയ കോമഡി. പഠിച്ച 1 വർഷം കഴിഞ്ഞ് ഉടനെ ഞാൻ പോയി ഒഴിച്ച് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒഴിച്ച് ക്രാക്ക് ചെയ്യുന്നു. കിഴിച്ച് ഒന്നും നടന്നില്ല ഗൈസ്, ഒന്നും നടന്നില്ല. 1 എഴുതി, 2 എഴുതി, 3 എഴുതി, അങ്ങനെ എഴുതാം. അവസാനം കിട്ടി പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അവസാനത്തെ ഇതായി കഴിഞ്ഞപ്പോൾ ഇടത്തെ പോലെ പറഞ്ഞു, നിങ്ങളുടെ സ്കോർ എക്സ്പയർഡ് ആയിരിക്കുന്നു, ഒന്നും കൂടി എഴുതൂ എന്ന്. ഇതെങ്ങനെ എഴുതി കിട്ടിയെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അടുത്തത്, നമ്മൾ വീട്ടുകാരെ സഹായിക്കണം. അവർ ലോൺ എടുത്താണ് നമ്മളെ പഠിപ്പിച്ചത്. സോ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ബട്ട് ഇതുവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അടുത്തത്, നേഴ്സ് ആയിക്കഴിഞ്ഞപ്പം നേഴ്സ് ആവുന്നതിന് മുന്നേ ഞാൻ ഓർത്തു, നേഴ്സ് ആയിക്കഴിഞ്ഞാൽ എന്താ, ഇഞ്ചക്ഷൻ ലോഡ് ചെയ്യണം, പേഷ്യൻറ്റ് കുത്തി വെക്കണം, അത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന നഴ്സിംഗ് സങ്കല്പം. പക്ഷേ നഴ്സിംഗിന് കയറിയപ്പോൾ തൊട്ട് മനസ്സിലായി, ഇത് മാത്രമല്ല നമ്മുടെ പരിപാടി. പേഷ്യൻറ്റ് അപ്പിട്ട് അത് കഴിക്കണം, പേഷ്യൻറ്റ് മൂത്രം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കളയണം, പേഷ്യൻറ്റിന് അവിടെ തുടക്കണം, ഇവിടെ തുടക്കണം, മേല് തുടക്കണം, കുളിപ്പിക്കണം, എന്തിനേറെ പറയുന്നു, താഴെ ബ്ലഡ് വീട് കഴിഞ്ഞാൽ അതുവരെ ഇരുന്ന് തുടക്കണം ഗൈസ്. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും, പിന്നെ നീ എന്തോത്തിനടി നഴ്സിംഗ് എടുത്തതെന്ന്. വിധിയുടെ വിളയാട്ടം, അല്ലാണ്ട് എന്താ പറയുക, ഞാൻ തന്നെ വാശി കയറി എടുത്തതാണ് നഴ്സിംഗ്. അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? ഇല്ല. പിന്നെ ഇതുവരെ എനിക്ക് നഴ്സിങ്ങിനോട് ഇഷ്ടക്കേടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഒന്ന് ദേഷ്യം വരും, മനുഷ്യന്മാരില്ലേ, അങ്ങനെ ചില ദേഷ്യങ്ങളൊക്കെ. പിന്നെ നഴ്സിംഗ് എടുത്താൽ നമുക്ക് ബോണസായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ പ്രൊഫഷന് അത് കുറച്ചുകൂടി കുറവാണ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടി കുറവാണ് ഈ നഴ്സിംഗ്, അതായത് മെഡിക്കൽ മേഖലയിൽ നിൽക്കുന്നവർക്കാണ് ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവേദന, മുട്ടുവേദന, കാലുവേദന, വെരിക്കോസ് വെയിൻ, തലവേദന, ഗ്യാസ്ട്രൈറ്റിസ്, മൈഗ്രെയിൻ, സ്ട്രെസ് ഹെഡേക്ക്, ഹെയർ ഫോള്, ഇൻസോമിനിയ, അതായത് ഉറക്കമില്ലായ്മ. അതൊക്കെ നമ്മൾ രാത്രി കൺമിച്ച് കിടക്കും, ഒരു പണിയില്ല എന്നാലും കൺമിച്ച് കിടക്കും. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നഴ്സിംഗ് ഈസ് എ നൊബൈൽ പ്രൊഫഷൻ ആണല്ലോ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലർ സന്തോഷത്തോടെ വന്ന് നഴ്സിംഗ് എടുക്കുന്നവരുണ്ട്, അല്ലാതെ പേരൻസിൻ്റെ നിർബന്ധപ്രകാരം എടുക്കുന്നവരുണ്ട്, പിന്നെ ചിലർ ആവിചാരിതമായി വന്ന് ചാടുന്നവരുണ്ട്. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഡിഫറൻസ് ആയിരിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. സോ പിന്നെന്താ, അത്രയ്ക്കേ ഉള്ളൂ.